ഓയിൽ എന്താണ് ഇങ്ങനെ ഈ മേലെ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ പാകി കിടക്കണേ? അതെന്തോ എണ്ണമയം പോലെ. എണ്ണമയം പാകി കിടക്കാണ്. ചെളിയൊന്നല്ല. ചെളിയാണെങ്കിൽ അടിയിലല്ലേ മട്ടടി അടിയാ. മേലെ എവിടെയെങ്കിലും ചിലപ്പോ വണ്ടി കഴുകുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. എനിക്കേ പാലം കണ്ടുകഴിഞ്ഞില്ലേ? പാലം കണ്ടുകഴിഞ്ഞു. എനിക്കിനി അങ്ങനെ വീട്ടിക്കുന്നില്ലേ, അതിലൊരു വഴിയുണ്ട്, അതിൽ പോണം. നമ്മളിപ്പോ എവിടെ നിക്കണ അറിയോ? നമ്മളെ സ്വന്തം നാടാണ്. നമ്മളെ പിന്നെ ബീമ്പുങ്ങല് പാലത്തുമ്പോൾ അപ്പം നിൽക്കണത്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഒന്ന് കറങ്ങി നമ്മളെ നാടിനെ മൊത്തത്തിലൊന്ന് കാണും ചെയ്യുക. പിന്നെ ഇങ്ങനെ എന്താ പറയുക, കുറേ ദിവസമായി വന്നിട്ട് അപ്പോൾ ഒന്ന് പുറത്തു കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടക്കുക. മെയിൻ ഉദ്ദേശം അതാണ്. ഫുള്ള് വെള്ളമായില്ല അതിൽ കെട്ടി നടത്തിയിട്ട് അല്ലേ? എനിക്കേ വീട്ടിൽ പോകണം. ഈ വീട്ടിൽ കണ്ടോ? ഞാൻ കുറേ പണ്ട് പോയതാ. അടുത്ത കാലത്ത് പോകാം, പോയി നോക്കാലോ. അതിലൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, റബ്ബർ തോട്ടങ്ങളൊക്കെ. കാണണ്ടേ ഞങ്ങളെ നാട്? പോകല്ലേ നമുക്ക്. ചേട്ടായി പോകുമ്പോ നമുക്കും പോകാന്ന. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കടക്കാരെല്ലാം എടുത്ത് കൊണ്ടുപോകും. ഇത് കണ്ടു കഴിഞ്ഞില്ലേ? ഇവിടെ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. അത് ഇങ്ങനെ നോക്കിക്കാൻ തോന്നുന്നു. വൈകുന്നേരം വന്നിട്ട് അവിടെ കടയിലൊക്കെ പോയി. മിഞ്ഞാന്ന് ഇതില് വന്നപ്പോ എത്രങ്ങാനും ആൾക്കാരുന്നോ പുഴയില്. വൈകുന്നേരം വരുമ്പോ കാണട്ടെ, നല്ല രസാണ്. എന്നാ നമുക്ക് പോയോക്കാം. ഇവിടെ പെരും വെയില. കമോൺ. അപ്പളേ ഞങ്ങള് യാത്ര അങ്ങോട്ട് തുടങ്ങിട്ടോ. വണ്ടി തിരിച്ചതാ പോവാണ്. ഏതാ രസം നോക്ക്. നമ്മളെ പാലം പ്രകൃതി രമണീയമായ നമ്മളെ സ്വന്തം നാട്. നമ്മളെ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന പാലാണ്. അതെ. ഓടായിക്കലെത്തിയില്ലേ? ഓടായിക്കല് അങ്ങാടിയാണിത്. ഈ റോഡ് നേരെ പോവാ വെച്ചാല് പുള്ളിപ്പാടത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് പോണതാണ്. നമുക്ക് ഇതിലാണ് പോയേക്കാം. വലത്തേക്കുള്ള റോഡിനാണ് പോയിട്ട് നമുക്ക് മറ്റേ വീട്ടിൽ വരെ ഒന്ന് പോയി നോക്കാം അല്ലേ? ആയിക്കോട്ടെ, പോയേക്കാം നമുക്ക്. നമ്മളതിന് കുറേ കാലമായിട്ട് ഇതിലൊക്കെ വന്നിട്ട്. ഒന്നാമത് നമുക്ക് വന്നാലും ടൈമില്ല. ഇവിടെയൊക്കെ കുറേ കടകളായില്ലേ? കടകളുണ്ട്. ഇവിടെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. ബെന്നിച്ചേട്ടന്റെ കടയൊക്കെ ഉണ്ട് അവിടെ. അവിടെയോ? ഇവിടെ ഉണ്ട് വേറെ. പുള്ളിപ്പാടത്തും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ? കവുങ്ങുന്തോട്ടം നോക്ക്. ബെന്നിച്ചേട്ടൻ നമ്മളെ വീഡിയോ സ്ഥിരം കാണലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ പറയും. ഞാൻ മിഞ്ഞാന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ അങ്ങോട്ടല്ലേ? ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. വലിയ വലിയ വീടുകളായി. പുതിയ വീടാ. ഇത് പള്ളിയല്ലേ? പള്ളിയാണിത്. വലിയൊരു പള്ളിയുണ്ട്. സ്റ്റൈലുണ്ട് കേട്ടോ. വീടുകളൊക്കെ ഉണ്ടല്ലേ? ഒരുപാട് വീടുകളായി അല്ലേ? പുതിയ ഇങ്ങോട്ട് കൊറേ കാലമായി. ഞാൻ ഇപ്പൊ അടുത്ത കാലത്തൊന്നല്ലേ, 10-12 കൊല്ലം മുന്നേ വന്നതായില്ലേ. അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ റബ്ബർ മരങ്ങളും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയി തുടങ്ങാണ്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ആയി. കൊറേ പോയാല നല്ലൊരു തോട്ടം, നിരപ്പ് സ്ഥലം, പ്ലോട്ടായിട്ട് മുറിക്കാൻ പറ്റുന്ന സ്ഥലം അല്ലേ? വീട് വെക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ പ്ലോട്ടായിട്ട് ഇങ്ങനെ നല്ല സ്ഥലം ഉണ്ടല്ലോ. ഇപ്പൊ മൊത്തത്തിൽ എല്ലായിടത്തും പ്ലോട്ടുകളാക്കി പോവാട്ടോ സ്ഥലങ്ങളൊക്കെ. പ്ലോട്ടുകൾക്ക് കൂടുതൽ സ്കോപ്പ്. എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയട്ടെ. നമ്മളെ നാടൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അല്ലേ? അതെ. പിന്നെ ഇത് കണ്ടല്ലേ, ഈ റബ്ബർ തോട്ടം നോക്ക്. എന്ത് രസമായിരിക്കും വെട്ടാൻ. നല്ല സുഖമായിക്കോട്ടെ. അങ്ങനെ ലെവലായി കിടക്കണാണ്. ഒരു കുഴക്കോ ക്ഷീണോ ഒന്നും ഉണ്ടാവില്ല അല്ലേ? പാലെടുത്തും കൊണ്ട് എടുക്കാനൊക്കെ എന്ത് സുഖമാണ് വെട്ടാനൊക്കെ. ഒന്നും മലയും കയറണ്ട. കവുങ്ങുന്തോട്ടം കണ്ടോ? പച്ചപ്പാണ് കേട്ടോ. അല്ല നനയ്ക്കണ സ്ഥലമാവുന്നുണ്ട്. നനയ്ക്കണ പറമ്പാണ് അവിടെ. പിന്നെ അതുള്ളതുകൊണ്ട് പുഴ ഉള്ളതുകൊണ്ടേ ഈ ഒരു ഏരിയ മൊത്തം ഒരു ഇതുണ്ടാവും. വീടുകൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് തീരും. പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളാവും ഇടയ്ക്കിടയ്ക്കല്ലേ? വീട്ടിലേക്കൊന്ന് വെള്ളച്ചാട്ടം ഉണ്ടോ? ഈ വെള്ളച്ചാട്ടം പക്ഷെ അത് മഴക്കാലത്ത് ഉണ്ടാവുള്ളൂ. അവിടെ പോയിനോ? ഞാൻ കൊറേ മുന്നേ പോയതാണ്. ഞാനത് കണ്ടിട്ടന്നല്ല. ഇല്ല, നമ്മളൊരിക്കൽ പോയി. പക്ഷെ അന്ന് കാണാനൊന്നും പറ്റില്ല. അന്ന് അങ്ങോട്ട് പോയില്ല. കൊറേ പോണം എന്ന് പറഞ്ഞ് നമ്മള് വെറുതെ അങ്ങനെ സ്കൂട്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. ചെറിയ തറവാട് അവിടെയാണ്.
കുറച്ച് ആണ്ട് മേലേക്ക്. ഞാൻ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ കുറേയേറെ മറന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഫുള്ള് ഓർമ്മയില്ല. കുട്ടികളെ വെക്കേഷൻ അല്ലേ, കളിക്കാൻ ഇറങ്ങി പിള്ളേർ അടിച്ചു പൊളിക്കാണ്. സൈക്കിൾ സവാരിയാണ് പണ്ടത്തെ വെക്കേഷന്. പണ്ട് നമ്മൾ എന്തൊക്കെയാ മൃഗാശുപത്രി അല്ലേ ഇവര് നമ്മളെ വീഡിയോ കാണല്ലേ, പ്ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ എഴുതിച്ചാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വിളിച്ചോളി സ്ഥലങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ വിളിച്ചോളി. ഈ സ്ഥലം അങ്ങേ തല വരെ കാണട്ടോ, കൊറേ ദൂരമുണ്ട് ഇങ്ങനെ നിരന്ന് കിടക്കുക. ഇനിയിങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിരുന്നു അവിടെ. ഇതൊക്കെ ഫാക്ടറികൾക്ക് പറ്റിയ സ്ഥലം. ഇവിടെ എന്താണ് ഫോർ റെന്റ് ഓർ ലീസ്. പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്ന് ലോഡ് കയറ്റി പോകാൻ തോന്നുന്നുണ്ട്, വേസ്റ്റ് കുപ്പികളൊക്കെ. അതിരുവഴി തേക്കിട്ട് ഇങ്ങനത്തെ കട്ടക്ക് ഇപ്പൊ നല്ല ഇതാണോ അല്ലേ? ഇവിടെ കൊറേ വീടുകളുണ്ട് ഈ ഭാഗത്തിലെ. അതവിടെ ഫാമാ? കോഴി ഫാമാണ് ഇവിടെ. ഇവിടെ കൊറേ വീട് പുതിയ വന്നല്ലോ. അങ്ങോട്ട് കൊറേ വീടുകളായി പണിത് കൊടുക്കുന്ന. എന്താ അറിയില്ല, കൊറേ വീടായി. കണിക്കൊന്നേ ഇവിടെ ഉണ്ടായിരുന്നേ. ഞാൻ 30 ഉറുപ്പിക എടുത്തിട്ടാ മേടിച്ചത്. ഞാനവിടെ മമ്പാട് ഒരു ചങ്ങായിട്ട് ഇങ്ങനെ കണിക്കൊന്നായിട്ട് ഇങ്ങനെ വരുന്നേ, ഇങ്ങനെ പിടിച്ചിങ്ങനെ ഉണ്ടാവൂലേ, പണ്ട് മേടിച്ചു. അത് ഇവിടെ പഞ്ചായത്തിന്റെ വേസ്റ്റ് കൊണ്ടിരുന്നത്, ഹരിത കർമ്മസേനന്റെ. അത് വേർതിരിച്ച് നോക്കിക്കോ, ഇവിടുന്ന് ഫുള്ള് ഇങ്ങനെ റബ്ബർ തോട്ടായിരിക്കും. ഇങ്ങനെ അപ്പുറം ഫുള്ള് റബ്ബറും റബ്ബർ. ഇവിടെ പുതിയ തൈയാണ് കേട്ടോ, ഇത് അധികം വളർച്ച ആയിട്ടില്ല. റോഡ് വലിയ കുഴപ്പമില്ലല്ലേ? റോഡ് വലിയ കുഴപ്പമില്ല. ഇവിടെ കവുങ്ങും തോട്ടം. അതൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ തോട്ടം. ജാതി ഉണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക്. ആന ഇറങ്ങിട്ടോണ്ടല്ലേ? കറണ്ടിന്റെ അതുണ്ട്. വേലിയിട്ടുണ്ട്. ഇവിടെ ഒന്നും വീടുകളിലല്ലേ ഇനി? വീടുകളില്ല, വീടുകളേ ഇല്ല ഈ ഏരിയയില്. എനിക്ക് നല്ല നിരന്ന സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ. ഇലകളൊക്കെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് തണുപ്പായി തോട്ടമല്ലോ. അതെ, മാംഗോസ്റ്റീന്റെ തോട്ടം ഉണ്ട്. ഫിഷ് ഫാം ഒക്കെ ഉണ്ടല്ലേ? ഇത് മാംഗോസ്റ്റീനാ ഈ സാധനം? മാംഗോസ്റ്റീൻ. ഇതാണ് നമ്മളെ സ്കൂളുണ്ട് പറഞ്ഞത്. ഇതോ? റാണി ജയ്. ഇതിന്റെ ഫ്ലക്സ് അവിടെ കണ്ടതില്ലേ? ഇതാണ് പള്ളി. പള്ളി പണി, പുതിയ പള്ളീന്റെ പണി ഉണ്ടല്ലോ, വർക്ക് നടന്നുകൊണ്ടിരിക്കണ്ടല്ലേ. ഈ പള്ളിയിൽ ഞങ്ങൾ പള്ളി പെരുന്നാളിന് വന്നിട്ടുണ്ട്. നമുക്ക് പള്ളി പെരുന്നാൾ കൂടെ ഉണ്ടാവാം. ഇതുണ്ട്, അതാ സ്കൂള്, റാണി ജയ് കോൺവെന്റ്. ഇങ്ങോട്ട് ഫുള്ള് റബ്ബറാ വെച്ചേക്കുന്നത്. ഇതാണ് മറ്റേ സാധനം, മലവേപ്പിന്റെ തോട്ടം തന്നെ ആയില്ലേ? അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. ഇല്ല, പ്രവേശിക്കുന്നില്ല അല്ലേ? പോണേള്ളൂ. ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലം ഇതായി മാറിയില്ലേ ഇവിടെ? ഇങ്ങോട്ടൊന്നും വീടുകൾ, ഇനി വീടുകളില്ലേ? ഇനി കുറേ അപ്പുറത്തെ വീട്. കൊറേ ഇതില് നമ്മള് പോയി വാഴക്കുന്നില്ലേ, അങ്ങോട്ടൊക്കെ ചാടും. ഈ റോഡോ? ആ റോഡ്, ഈ റോഡിൽ കൂടെ. ഇതിലും റോഡുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ അതില്. കുഞ്ഞുങ്ങളെ ഇതായിട്ടല്ലോ അല്ലേ? നല്ല നീളമുണ്ട്, വലിയ ഫാമാണ്. നല്ല സുഖമാണ്, വണ്ടി കൊണ്ടേ നിർത്താനും കോഴികളെ പിടിക്കാനൊക്കെ സുഖമാണ്. പിന്നെ ലോഡ് കയറ്റി കൊണ്ടുപോകാനൊക്കെ, ഇറക്കാൻ ഇതാക്കാനൊക്കെ. കവുങ്ങുന്തോട്ടം കായ്ക്കാൻ തുടങ്ങിയല്ലോ, ചെറിയ കവുങ്ങുകൾ തന്നെ. ഇതിലൊരു തോടുണ്ട്. ഈ തോട്ടിലൊക്കെ ഇവിടെ വന്നാണ്ട് മീൻ പിടിക്കുക, അത് വെള്ളം പറ്റി. അതിൽ അങ്ങോട്ട് വീടുകളുണ്ട്.
ജോൺ ഹോനായുടെ വീട് അവിടെയാണ് തോന്നുന്നത്. സ്ഥലം വിൽപ്പനയ്ക്ക് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ കണ്ടത് കണ്ടോ? വിളിച്ചോളിട്ടോ. അങ്ങനെ ഫ്ലക്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ അല്ലേ, നമ്മളുണ്ടാകുമ്പോൾ നിങ്ങൾ ഫ്ലക്സ് അടിക്കാനൊക്കെ പൈസ ചെലവാക്കണം അല്ലേ? അത് ഇത്ര മിറ്റത്ത് നമ്മളെ ഉണ്ടാവുമ്പോ അല്ലേ നല്ല ഉഷാറായിട്ടുണ്ടായില്ലേ? സൂപ്പറായിട്ട് ഉണ്ടാകട്ടെ. ഇതെന്താ ഇവിടെ തീ പിടിച്ചേന്നോ? കരിഞ്ഞു കിടക്കണ ആ ഭാഗം മതിലെട്ടിയാണ്ട ജി, അതേപോലെ മതിലെട്ടിയാൽ മതി. ഇതാണ് സ്നേഹമതില്. ഇതാണ് സ്നേഹമതിൽ. ഉണ്ടല്ലോ ഒറ്റ പ്ലോട്ടായിട്ടാണ് തിരിഞ്ഞു കിടക്കുക. ഞാൻ കണ്ടില്ല. മീൻ പിടിക്കുന്ന എന്തോ സിസ്റ്റാന്ന് തോന്നുന്നത്. കൂട പോലെ ആക്കിയത് എന്നിട്ട് വെള്ളത്തിലിറക്കുക. ഫുള്ള് വറ്റിയല്ലോ, വറ്റി വരണ്ടുണങ്ങി. ഇനിയിപ്പോൾ 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കയറൂലേ? തോട്ടിൽ കൂടെ ഒക്കെ വെള്ളം ആയിക്കോളും. അടുത്തത് ഇതിപ്പോൾ എന്ത് സംഭവം? ഇതാണ് ഫാക്ടറി. എന്താ കമ്പനി ഇല്ലേ, ബീറ്റോൺ എന്താ എല്ല് പൊടിക്കുന്ന എന്തൊരു കമ്പനി ഉണ്ട് പറഞ്ഞിട്ടല്ലേ, സ്മെല്ലാന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പൊ ഇല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. മറ്റേ മലവേപ്പിന്റെ ഇത് കണ്ടോ? നിറയെ നേരത്തെ കണ്ടേലാറുണ്ട്, കുറേ ഉണ്ട്. പഴയ വീട് കണ്ടോ? ഇങ്ങോട്ടൊക്കെ ഫുള്ള് വനത്തിന്റെ ഒരു ഇതുപോലെ അല്ലേ, വനം പോലെ അല്ലേ? നമ്മൾ ഈ ഇടയ്ക്ക് പോയില്ലായിരുന്നു മറ്റേ എന്താ പറയുന്ന സ്ഥലത്തിന്റെ പേര്? തോട്ടുമുക്കം. അങ്ങോട്ട് ചേർന്നൊരു വഴിയുണ്ട്. അങ്ങോട്ടല്ല, വെറ്റിലപ്പാറ അങ്ങോട്ടൊക്കെ പോണൊരു വഴി. ഇനി ഇങ്ങോട്ട് നമ്മളെ നാടിന്റെ ഒരു ഉൾപ്രദേശമാണ് കേട്ടോ. കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് ഇപ്പോൾ ഇതൊക്കെ. അവിടെ ഉണ്ടല്ലോ ഫാമുകൾ കുറേ ഉണ്ട്. ബോഗൺവില്ല ഉണ്ടോ? അടിപൊളി ഒരു വീടും അതേമാതിരി ആക്കണം വീട്. കരിങ്കല്ലില് പണിത വീട് കണ്ടോ? ഒത്തിരി പഴക്കമുണ്ടാവുമായിരിക്കും. നല്ല പഴക്കമുണ്ട്, പണ്ട് വരുമ്പോഴും ഉണ്ടത്. അതിരുവഴി തേക്ക് കണ്ടോ? നേരത്തെ കണ്ട പോലെ. പാണ്ടിക്കാട് നമ്മളന്നാളെ ആ വീഡിയോ എടുക്കാൻ പോയില്ലേ, നമുക്കൊരു ഞാൻ വിളിച്ചായിരുന്നു. ചക്ക അയച്ചു ഇല്ല, 2 ആഴ്ച കൂടി കഴിയുമ്പോഴത്തേന് വന്ന ഇഷ്ടം പോലെ കൊണ്ടുപോകും. ഒരു ലോഡ് കൊണ്ടുപോകാറുണ്ട് എന്നോട്. മരങ്ങളൊക്കെ അടിപൊളി മരങ്ങളല്ലേ, ശരിക്കും നോക്കിക്കോട്ടെ. നല്ല നല്ല കിണ്ണം കാഴ്ച മരങ്ങളാണ്. ഇവിടുത്തെ മരം കാസർഗോഡത്തെ മരം മാറ്റമുണ്ട് തോന്നല്ലേ? അല്ലേ? അതുണ്ടാവും. ഇതൊക്കെ ഒരേ ഏകദേശം എല്ലാം ഒരേ വണ്ണത്തിൽ കിടക്കണല്ലോ. ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വീടുകളുണ്ട്. ഇതിപ്പോ നമ്മള് എവിടെത്തി? സ്ഥലപ്പേര് എന്താ പേരൊന്ന് വീട്ടിൽ എത്താനേ എത്താനായി. ജാതിത്തോട്ടം നോക്കി വീടുണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ പിന്നെ വീടുകളായി. വെറ്റിലപ്പാറ ഇവിടെ എവിടെയാ വീട് പണിക്കൊക്കെ വന്നിട്ട്. വെറ്റിലപ്പാറ നേരെ പോകുന്നത്. വെറ്റിലപ്പാറ ഏത് വെറ്റിലപ്പാറ? നമ്മളെ അരീക്കോട് അങ്ങോട്ടൊക്കെ എത്തുവോ? വലിയ വീടുകളായല്ലോ അങ്ങോട്ടൊക്കെ. ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ വിൽക്കാണ്ടെങ്കിൽ വിളിച്ചോളി, പരസ്യം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതെ, പുതിയ റബ്ബർ തൈ വെച്ചു കേട്ടോ. പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ നമ്മളിവിടെ റെഡിയാണ്. നിങ്ങൾ വിളിച്ചാൽ മതി അല്ലേ? സ്പോട്ടിൽ ഞങ്ങളവിടെ എത്തും. ഷോർട്ടർ മരം നോക്കി, ഷോർട്ടറായി. ഇവിടെ ഫുള്ള് റബ്ബർ തന്നെ വെച്ചിട്ടോ അവര്, വേറെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. റബ്ബർ പറഞ്ഞാൽ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാലോ എന്നുള്ള ഇതിന് അങ്ങനെ വെക്കണതാവും. വെട്ടിപ്പാരെടുക്കലും ഷീറ്റടിയൊക്കെ. വലിയ വലിയ മരങ്ങളായില്ലേ. അങ്ങനെ ഇപ്പൊ കൊറേ അങ്ങോട്ട് എത്തി നമ്മളിപ്പോ കേട്ടോ. ഇതൊക്കെ നോക്ക്, മൊത്തത്തില് റബ്ബർ തന്നെയാണ് എല്ലായിടത്തും. അതിന്റെ ഇടയ്ക്ക് ഫുള്ള് കോഴി ഫാമും ഉണ്ട്.
ഒരു പഴയൊരു വീടുണ്ട്, താമസമൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു വീടുണ്ട്. അങ്ങ് ദൂരെ മലനിരകൾ കാണാം. ഓ ഇതുണ്ടോ ഈ തോട്ടത്തിനകത്ത് പുല്ല് കയറാതെക്കാന് പ്ലാസ്റ്റിക് വിരിച്ചത്, ജാതിയും കവുങ്ങും. ഈ ഫോറസ്റ്റ് ഏരിയ ഞങ്ങോട്ടോ അവിടെ ബോർഡോ എന്താ എഴുതി വെച്ചാണ്? ഫുള്ള് വായിക്കാൻ കിട്ടിയില്ല, നോക്കിയില്ല. ജാതി മെയിൻ ഉണ്ടല്ലേ, എല്ലാ പറമ്പിലും ഉണ്ട് ജാതി. രണ്ട് സൈഡിലും റബ്ബർ, അപ്പുറം റബ്ബർ ഇപ്പുറം റബ്ബർ. താഴെ നല്ല നിരന്നൊരു തോട്ടം. സ്ഥലപ്പേരൊക്കെ മറന്നു ഞാൻ ഇവിടുത്തെ. ഇതാണ് വീട്ടിൽ. ഇതോ? യെസ്, ഇതാണ് വീട്ടിൽ. ഇതിലെങ്ങനെ പോയി കഴിഞ്ഞിട്ടാണ് ആ ഒലി വാട്ടർഫാൾ. നമ്മൾ നേരത്തെ പണ്ട് അതില് മേലെ വരെ പോയിട്ട് അവിടെ എവിടെയോ പോയിട്ട് വണ്ടി തിരിച്ചു പോന്നു. കൊറേ മുന്നേ. അങ്ങോട്ടൊക്കെ വീടുകൾ, അങ്ങോട്ടൊക്കെ വീടുകളായി. എല്ലാരും റബ്ബർ തന്നെ വെച്ചേക്കണം കേട്ടോ ഇതിലൊക്കെ. റബ്ബർ മുറി, റബ്ബർ അത് നല്ല വരുമാനമല്ല അല്ലേ? അത്യാവശ്യം വരുമാനം കിട്ടണം. കുറച്ചു നേരത്തെ മെനക്കേടുണ്ടെന്നേ ഉള്ളൂ. അങ്കണവാടി ഉണ്ട് അവിടെ. ഇതാണ് നമ്മളെ വീട്ടിക്കുന്ന് അംഗൻവാടി, അങ്കണവാടി. എന്തോട് മമ്പാട് പഞ്ചായത്തില്. ഇതോ? അത് വായനശാല. വായനശാല. പിന്നെ ഇത് സംഭവം ഹോസ്റ്റൽ, അങ്ങനത്തെ സംഭവം. ഒരു വിദ്യാകേന്ദ്രം, ഒരു വിദ്യാകേന്ദ്രം. ഞാൻ ഇതുവരെ വന്നുള്ളൂ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താണ് സ്ഥിതി എന്ന് നോക്കട്ടെ. വെള്ളം, തോട്, മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. കാണിക്കൊന്നു നോക്കിയേ. ആരെങ്കിലും കൂട്ടി കമ്പനിക്ക് കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്നില്ല, എവിടെയും ഉണ്ടോ നോക്കിയാണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റും? അതറിയില്ല. ഇത് ഏതോ ഇനി അങ്ങോട്ട് മറ്റേ വീടുകളുള്ള ഏരിയ തോന്നുന്നുണ്ട് കേട്ടോ. അതിൽ വണ്ടി പോകാൻ പറ്റുമോ? റോഡ് കഴിഞ്ഞോ സംശയം. ആ കുട്ടികളോട് ചോദിച്ചു നോക്കണോ? വഴി കഴിഞ്ഞ മാതിരിക്കാണ് ഇപ്പൊ ഉള്ളത് അല്ലേ? വഴി കഴിഞ്ഞ കുറച്ചുകൂടി ഇങ്ങനെ വഴി റോഡുള്ളിടത്തോളം പോയി വെക്കാം. എല്ലാം റിവേഴ്സ് ഇങ്ങോട്ട് ഇറങ്ങും. AP അനിൽകുമാർ MLA SDS 2020-21 വണ്ടൂർ ബ്ലോക്ക് വീട്ടിക്കുന്ന് പണിയ കോളനി റോഡ്, മമ്പാട് പഞ്ചായത്ത്. പ്രവൃത്തി ആരംഭം 2021 പണിത്. ദൂരം എത്ര ഉണ്ട്? പ്രവൃത്തി പൂർത്തി. ദൂരം കാണിക്കണ്ടതില്? ദൂരം 81.60 മീറ്റർ. 1 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അല്ല, എത്ര? 81 മീറ്റർ അല്ലുള്ളൂ. മീറ്ററാണ്, കുറച്ചുള്ളൂ അല്ലേ? 81 മീറ്റർ പറഞ്ഞാൽ ജസ്റ്റ് ഒരു 100 മീറ്ററിന്റെ ഉള്ളിലല്ലേ ഉള്ളൂ. നമ്മള് പണ്ടിലേക്കോ വന്ന് കൊറേ കുന്നും മലയൊക്കെ കയറി മാങ്ങെല്ലാം പെറുക്കിക്കൊണ്ടേത് ഓർമ്മ ഉണ്ടോ? ലച്ചുവിന് വയറ്റിലുള്ള ടൈമില് പോത്തൊക്കെ ഉണ്ടല്ലോ, പോത്ത് വളർത്തല്. റോഡ് ഞാൻ അങ്ങോട്ട് അധികം നല്ലത് ഉണ്ടാവില്ല. നമ്മളിവിടുന്ന് എവിടുന്നേലും തന്നെ തിരിക്കേണ്ടി വരും. അപ്പൊ നമ്മള് വീട്ടിക്കുന്ന് എത്തിച്ചങ്കളെ. വീട്ടിക്കുന്ന് ഇതാണ് വീട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. റോഡ് ഇവിടെ തീർന്നു. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. നമ്മൾ ഇവിടുന്ന് ഗ്രാമമാണ്. ആ റോഡ് കഴിഞ്ഞ് റോഡ് ഇവിടെ തീർന്നു. അപ്പൊ ചങ്കളെ നമ്മള് വീട്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫുള്ള് റബ്ബർ തന്നെ അല്ലേ? ഫുള്ള് റബ്ബറാണ്. ഇനി നമുക്ക് വണ്ടി ഇവിടുന്ന് തിരിച്ചിട്ട് പോകാം. ഇതാണ് വീട്ടിക്കുന്ന്. വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ എന്തോ ഒരു അടിക്കിടുകിടുകിടാറിന് അടിക്കണ്ടല്ലോ. വണ്ടി കാണിക്കാനായോ? നല്ല നല്ല റബ്ബർ ഉണ്ട് കേട്ടായേ അല്ലേ? ഇവിടെ ആൾക്കാർ വെട്ടല് കുറവാ. ഇവിടെ മോട്ടറൊക്കെ വിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോലോ വണ്ടി? വണ്ടി ഇങ്ങോട്ടെല്ലാം കയറും. പൈപ്പുണ്ടോ? പൈപ്പ് അവിടെ പൈപ്പുണ്ട്. മാറ്റണോ? ഞാൻ പോയി മാറ്റി പിടിക്കണോ? കുറേ ഉണ്ടോ?
അത് കുറേ നീളമുണ്ട്. അപ്പൊ അതുവരെ അല്ലേ ഉള്ളൂ? ആ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട്, അത് ആ സൈഡിലുണ്ട്. ഇതിലെങ്ങനെ അങ്ങോട്ടാണ് മേലേക്ക്. അങ്ങോട്ട് ചാടുവോ? ഇല്ല. നമ്മളിനി വണ്ടി പറഞ്ഞ് തിരിച്ചിട്ട് പോവാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങോട്ട് റോഡില്ലല്ലോ. അപ്പം ഇനി തിരിച്ചിറങ്ങാണ്. വണ്ടി തിരിച്ച് സെറ്റാക്കാണ്. നോക്കണം, ബാക്കിൽ മരമില്ല, കുറേ വിട്ടാണുള്ളത്. ഇനി മുന്നിക്ക് പോവാം. മതി. റോഡ് ഇതുവരെ. നമുക്ക് ഇങ്ങനെ തിരിച്ചു പോവാം അല്ലേ? അപ്പം നമുക്ക് തിരിച്ചു പോവാം. അപ്പം നമ്മളെ ഒരു നാട്ടും പ്രദേശം നിങ്ങൾക്ക് കാണിച്ചു തരാ എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. നമ്മളെ നാടും കുറച്ച് ഇങ്ങനെ ഗ്രാമങ്ങളും സംഭവങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് അല്ലേ? അതെ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ, പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, കച്ചവടമൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം അല്ലേ? അതേപോലെ കച്ചവടമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്തോളി. പരസ്യം ചെയ്തിട്ട് നമുക്ക് 4 ആളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടേ നമുക്ക് സംഭവം സ്ഥലമൊക്കെ കച്ചവടം. കമ്മീഷൻ ഞമ്മക്കും സ്ഥലത്തിന്റെ പൈസ നിങ്ങൾക്കും അല്ലേ? അത് മലന്ന് കാണിച്ചത് അങ്ങ് മേലാണ്ട്. അതായത് മലപ്പുറം ജില്ലയിലോട്ടോ, മലപ്പുറം ജില്ലയിലോ കാസർഗോഡോ കണ്ണൂരോ വയനാട്ടിലോ നിങ്ങളെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ, നമുക്ക് സെറ്റാക്കാം. അതെ. അപ്പം നമുക്ക് അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നോക്കാം. ബൈ ബൈ ബൈ.